ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യണ വീഡിയോ നിങ്ങൾക്കൊരു മക്കാമ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ മക്കാമുള്ളത് ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ ഊട്ടി വഴി പോകുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ മേൽഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ മക്കാമുള്ളത്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ താഴെ ഭാഗത്തേക്ക് ആ റോഡിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കല്ലടി മക്കാമ് എന്നാണ് ആ മക്കാമിൻ്റെ പേര് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വേറെ റോഡ് കാണും. അപ്പോൾ ആ റോഡിൻ്റെ അവിടെ തന്നെ അതിൻ്റെ ഒരു ബോർഡുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ അവിടെ നിന്ന് നമുക്കൊരു 50 മീറ്ററും കൂടി താഴെ ഭാഗത്തേക്ക് നടന്നു പോകാൻ കേട്ടോ. അപ്പോൾ ആ റോഡിന് നമ്മളങ്ങനെ ഒരു ചെങ്കുത്തായ റോഡാണ്, ഒരു കോൺക്രീറ്റ് റോഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നു പോയാൽ മതി. ഇത് ഏകദേശം കാടിനോട് ചേർന്നൊരു സ്ഥലത്താണ് ഈ മക്കാമുള്ളത്. അപ്പോൾ കുറേ ആളുകൾ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സിയാറത്തൊക്കെ ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു മക്കാമാണ്. കുറേ ആളുകൾ വരുന്നുണ്ട്, എല്ലാ ജാതി മതസ്ഥരും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ. നല്ല അറക്കാണ് അങ്ങോട്ട്, റോഡുണ്ട്, അതുവരെ റോഡുണ്ട്, പക്ഷേ ഭയങ്കര അറക്കാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇരിക്കട്ടോ. ഇത് കാടിനോട് ചേർന്ന് തന്നെയാണ് ഈ മക്കാമുള്ളത് കേട്ടോ. പിന്നെ അവിടെ നല്ല ഉറൂസൊക്കെ നടക്കുന്ന സ്ഥലം തന്നെയാണ്. വർഷം തോറും നേർച്ച നടക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് സമയത്താണ് നേർച്ച നടക്കലെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വഴിയൊന്ന് വന്നപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സിയാറത്തിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു മക്കാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ അവിടെ ഏകദേശം അവിടേക്ക് എത്താനാകുമ്പോൾ നല്ലൊരു വൈബാണ്. കാരണം നല്ലൊരു കാടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് അവിടെ പോയാൽ തന്നെ ഒരു ശാന്തത ഉണ്ട്. പിന്നെ ഈ മക്കാമിൽ മറവിട്ട് കിടക്കുന്ന മഹാൻ്റെ പേരാണ് കേട്ടോ ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഫക്കീർ ഷാ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മക്കാൻ ഷെരീഫ് മേൽഗൂഡല്ലൂർ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് മേൽഗൂഡല്ലൂരാണ് കേട്ടോ, അത് മറക്കരുത്. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് ഇവിടെ വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ ഒരു 6 മണി വരെയുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം കേട്ടോ. അത് കഴിഞ്ഞാൽ അത് പൂട്ടിയിടും. പകൽ വരിക, രാത്രി ഇവിടേക്ക് വരാൻ പറ്റില്ല, കാരണം മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. ആനയൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ വന്നവർക്ക് ഒന്നുണ്ടാക്കാനുള്ള പറ്റിയ സ്ഥലം ഇതാണ് കേട്ടോ. ഇത് കണ്ട ചോല വെള്ളമാണ്, ഇത് ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നാണ് ആളുകൾ വന്നിട്ട് ഒന്നുണ്ടാക്കണം കേട്ടോ. അംഗസ്നാനം വരുത്തുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് സമയത്തും നിലക്കാത്ത വെള്ളമാണ്, ചോല വെള്ളമായതുകൊണ്ട്. പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ വെള്ളം, നല്ല കൂളിങ്ങാണ്. പിന്നെ ഇവിടുത്തെ മഹാൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അറിയുമായിരിക്കും. അപ്പോൾ പിന്നെ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അറിയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. പലർക്കും ചില പക്ഷേ ഈ മക്കാമ് അറിയായിരിക്കാം. അപ്പോൾ അറിയുന്നവരെന്തെങ്കിലും ഇവിടുത്തെ ചരിത്ര വശം അറിയുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു വിവരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ ഞാൻ ചെന്നപ്പോൾ കൂടുതലൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല, 1-2 ആളുകളേ ഇരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഒരു 5 മിനിറ്റ്
കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ വന്നിട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് അവിടെ സിയാറത്ത് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഊട്ടി പോകുന്നവർക്കൊക്കെ നമ്മൾ സിയാറത്തിനായിട്ട് വരണമെന്നില്ല, ഊട്ടിക്കൊക്കെ പോകുമ്പോൾ വൈക്കാണ്. അപ്പോൾ സിയാറത്തൊക്കെ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു നമുക്കൊരു നല്ലൊരു ഇതാണല്ലോ. അപ്പോൾ കൂടുതലൊന്നും അവിടുത്തെ ചെറിയൊരു മക്കാമാണ്, അത് കാടിനോട് ചേർന്നിട്ടുള്ളതായതുകൊണ്ട് നല്ലൊരു വൈബാണ് അവിടെ. നല്ലൊരു വലിയൊരു ബഹളമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ വഴിയൊന്ന് പോകുമ്പോൾ ഒന്ന് സിയാറത്ത് ചെയ്ത് പോകട്ടോ. ഊട്ടി പോകുന്നവർക്കൊക്കെ വളരെ സൗകര്യപ്രദമായൊരു സ്ഥലമാണ്. കൂടുതലൊന്നും ദൂരമല്ല, മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ.